ഒടുവിലിതാ മന്ത്രിയും തന്ത്രിയും കുരുക്കിൽ. റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. പത്മകുമാറിന്റെ മൊഴി അതിനിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്ന സൂചനകളാണ് ഈ സമയങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. അതായത് പത്മകുമാറിന്റെ മൊഴി SIT വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി ഹൈക്കോടതിയെ അറിയിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാകും തുടർ അറസ്റ്റുകൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എ പത്മകുമാറിന്റെ മൊഴി വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് തന്ത്രി കണ്ഠര് രാജീവർ. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും സർവ്വ സ്വാതന്ത്ര്യം ഒരുക്കി കൊടുത്തതും തന്ത്രിയാണ് എന്നാണ് പത്മകുമാർ പറയുന്നത്. ഇത് തനിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രനെ പരിചയമുണ്ടായിരുന്നുവെന്നും പത്മകുമാർ നൽകിയ മൊഴിയിലുണ്ട്. താൻ പരിചയപ്പെടുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനും തന്ത്രിക്കുമൊക്കെ വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടായിരുന്നു. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള എന്ന ആരോപണം പത്മകുമാർ അംഗീകരിക്കുന്നില്ല. മറിച്ച് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ അംഗങ്ങൾക്കും, അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കടക്കം പങ്കുണ്ട് എന്ന വ്യക്തമായ മൊഴിയാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ അടപടലം വെട്ടിലാക്കുന്ന മൊഴിയാണ് പപ്പേട്ടന്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ പത്മകുമാർ തന്ത്രിക്കെതിരെ മൊഴി നൽകിയത് ചില ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമായെന്ന് പലരും സംശയമുണർത്തുന്നു. അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീണ്ടപ്പോൾ രാഷ്ട്രീയ ഉന്നത നേതാക്കൾ നിലം പൊത്തുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിള്ളറി പിടിച്ച സർക്കാർ പാർട്ടിയൊക്കെ ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞു. അതിന്റെ ഭാഗമായാണ് പത്മകുമാർ ഇപ്പോൾ തന്ത്രിക്കെതിരെ മൊഴി നൽകുന്നതെന്നാണ് പുറത്തുവരുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത്. സ്വർണ്ണപ്പാളി കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ടായിരുന്നുവെന്നും തന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നുവെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യക്തമായ തെളിവുകൾ പത്മകുമാറിന്റെ മുന്നിൽ നിരത്തിയപ്പോഴാണ് പത്മകുമാറിന്റെ മറുപടി പുറത്തു വരുന്നത്. ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റി. മറ്റുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം പോറ്റിയെ തനിക്കും അടുത്ത പരിചയമുണ്ടായിരുന്നു. കൂട്ടായ തീരുമാനമാണ് ശബരിമലയിൽ കൈക്കൊണ്ടത് എന്നാണ് പത്മകുമാർ നൽകുന്ന മൊഴി. ഇനി വെട്ടിലാകുന്നത് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളും ഒപ്പം ദേവസ്വം മന്ത്രിയും ആയിരിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയിട്ട് വീണ്ടും ചോദ്യം ചെയ്യാനായി കൈമാറിയിരിക്കുകയാണ്. പത്മകുമാറിന്റെ വിദേശ യാത്രകളെ കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വ്യക്തമായ ധാരണ വരുത്തണം. അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച തെളിവുകൾ നിരത്തിയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല ഈ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ തള്ളിയിരുന്നു. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായി ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ നൽകാൻ ഉത്തരവ് പുറത്തു വന്നിരുന്നു എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ കൈമാറ്റം നടന്നപ്പോൾ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു മഹസർ തയ്യാറാക്കിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന് സജീവ ഇടപെടലുകൾ ഉണ്ട് എന്നും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. മാത്രമല്ല സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും അത് വിശ്വസിച്ചാണ് താൻ ആ ഫയലുകൾ നീക്കിയതെന്നും പത്മകുമാറും പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആറന്മുളയിലെ വീട്ടിലടക്കം തന്റെ നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പത്മകുമാർ സമ്മതിക്കുന്നുമുണ്ട്. പത്മകുമാറിന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ട് തന്ത്രി കണ്ഠര് രാജീവർ രംഗത്തെത്തിയിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ താൻ അനുമതി നൽകിയിരുന്നില്ല. ഇതാണ് തന്ത്രി പറയുന്നത്. അതായത് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു അനുമതി നൽകിയത്. പുറത്തേക്ക് കൊണ്ടുപോകാൻ താൻ അനുമതി നൽകിയിട്ടില്ല എന്ന് തന്ത്രി പറയുന്നുണ്ട്. ഈ പറയുന്നതിനെ തള്ളുകയാണ് പത്മകുമാർ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ആദ്യം അറിയുന്നത്
കീഴ്ശാന്തി എന്ന നിലയിലാണ് എന്ന് തന്ത്രി കണ്ഠര് രാജീവര് മൊഴി നൽകുന്നുണ്ട്. സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നു. പരസ്പരം വഴിചാരി ഓരോരുത്തരും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുകയാണ് ശബരിമല വിഷയത്തിൽ. എന്നാൽ അതിനിടയിൽ കൂടുതൽ പ്രതികളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. നേരത്തെ എൻ വാസുവിന്റെ മൊഴിയുടെ ബലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. സമാനമായ സാഹചര്യം ഇപ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വന്നു ചേർന്നിരിക്കുന്നു. സമാനമായ സാഹചര്യമാണ് തന്ത്രി കണ്ഠര് രാജീവരുടെ കാര്യത്തിലും വന്നിരിക്കുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്താൽ ഈ കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടാകും. ഒരു പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്താൽ കേസിന്റെ ശ്രദ്ധ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തിരിച്ചുവിടുവാനുള്ള ആസൂത്രിത നീക്കവും ഇതിനൊക്കെ പിന്നിൽ ഉണ്ടാകാം. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പത്മകുമാറിന് മുന്നിൽ അന്വേഷണ സംഘം നിരത്തിയിട്ടുണ്ട്. ദേവസ്വമോ അല്ലെങ്കിൽ ഈ ദേവസ്വത്തിന്റെ യോഗം ചേർന്നതിന് ശേഷം അജണ്ടയിൽ എന്തിന് പിത്തള എന്ന വാക്ക് വെട്ടിച്ചേർത്ത് എഴുതി മാറ്റിയിട്ട് ചെമ്പന്ന് ചേർത്തു എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ പത്മകുമാറിന് വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് തനിക്ക് മുന്നിൽ എത്തിച്ച ഫയലിൽ പിത്തള എന്ന് എഴുതിയിരുന്നു. ഞാൻ അവരോട് കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ പിത്തള എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും ചെമ്പാണ് യഥാർത്ഥത്തിൽ എന്നും അവർ പറഞ്ഞു. അതനുസരിച്ചാണ് താൻ അജണ്ട തിരുത്തിയത് എന്ന് പത്മകുമാർ പറയുന്നു. എന്നാൽ പിത്തള എന്ന വാക്കിന്റെ അപകടം മനസ്സിലാക്കിയാണ് പത്മകുമാർ ഇത്തരം ഒരു തിരുത്തൽ നടത്തിയത് എന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നു. അത് ഉറപ്പിക്കുന്ന മൊഴികളാണ് എൻ വാസു അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിൽ പിത്തളയാണ് പൂശിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ചേരായിക തോന്നുന്നു എന്നാണ് പത്മകുമാർ തനിക്ക് മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥരോട് അന്ന് പറഞ്ഞത്. ഇത് ചെമ്പാണ് എന്ന് എഴുതി വെച്ചാൽ ഭാവിയിൽ ഇത് ചെമ്പായിരുന്നുവെന്നും അതിനു മുകളിൽ പൂശിയ സ്വർണം മങ്ങിപ്പോയെന്നും പറഞ്ഞു നിൽക്കാൻ കഴിയുമെന്നാണ് അന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പത്മകുമാർ വിവരിച്ചത്. ശബരിമലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണ് എന്ന് തന്ത്രി കണ്ഠര് രാജീവര് ഉറപ്പിച്ചു പറയുന്നു. അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ശബരിമല സ്വർണക്കൊള്ളയിൽ ദൈവതുല്യരായി ചിലർ വീഴുമെന്ന് നേരത്തെ പത്മകുമാർ പറഞ്ഞിരുന്നു. അത് തന്നെ ഉദ്ദേശിച്ചായിരിക്കില്ല എന്ന് തന്ത്രി കണ്ഠര് രാജീവര് പറയുന്നു. സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ബോർഡിലെ ഉദ്യോഗസ്ഥരും ഉന്നതരുമൊക്കെ ചേർന്നാണെന്ന മൊഴിയിലാണ് തന്ത്രി കണ്ഠര് രാജീവർ തുടർച്ചയായി ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒക്കെ അന്വേഷണ സംഘം ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ എത്തിച്ചത്? തന്ത്രി കുടുംബവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമെന്ത്? അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ? കർണാടകയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി ആയിരിക്കുന്ന ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രിയാണ് കണ്ഠര് രാജീവര്. താന്ത്രിക കുടുംബവുമായി ഒരിക്കൽ വാക്പോരിൽ ഏർപ്പെട്ടിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 2019 യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തന്ത്രിമാരെ അന്ന് ഉണ്ടായിരുന്നത്. തന്ത്രിമാരെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡാണെന്നും തന്ത്രിമാരെ മാറ്റിയ ചരിത്രം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ തന്ത്രിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവകാശമില്ല എന്ന് താഴ്മൺ കുടുംബം അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി തന്ത്രിമാർക്കെതിരെ അന്ന് ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശക്തമായി പ്രതികരിച്ചു. പ്രശ്നം പാരമ്പര്യ തന്ത്രിമാരെ പറ്റി അല്ലെന്നും നിയമിക്കപ്പെടുന്ന തന്ത്രിമാർ ദേവസ്വം മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണെന്നും അന്ന് കടകംപള്ളി തുറന്നടിച്ചിരുന്നു. എന്തായാലും തന്ത്രിയെ പത്മകുമാർ തീർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. തന്ത്രിക്ക് ഇനി രക്ഷയില്ല, ഇനി കീഴടങ്ങിയ മതിയാകും.